അപ്പോൾ സൂര്യകാന്തി കൃഷി ചെയ്യുകയാണെങ്കിലും എള്ള് കൃഷി ചെയ്യുകയാണെങ്കിലും ഏതൊരു കൃഷിയിലും കുടുംബത്തിൻ്റെ പങ്കാളിത്തമാണ് നമുക്ക് ഏറ്റവും വലിയൊരു ലാഭം. സൂര്യകാന്തി പൂക്കൾ നല്ലൊരു കാഴ്ച മാത്രമല്ല, നല്ലൊരു വരുമാനം കൂടിയാണ്. അത് തെളിയിക്കുകയാണ് കഴമ്പിലെ സുരേഷ് ഏട്ടൻ. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടം നമ്മൾ ഒരു വർഷം മുൻപ് പരിചയപ്പെടുത്തിയതാണ്. അന്ന് അദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു സൂര്യകാന്തി കൃഷി ഇറക്കിയത്. എന്നാൽ ആ കൃഷി 100% വിജയിച്ചതിനെ തുടർന്ന് ഇത്തവണയും അദ്ദേഹം സൂര്യകാന്തി കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ നെൽവയലിൽ തന്നെയാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഷൂട്ട് ചെയ്ത അതേ നെൽവയലിൽ തന്നെയാണ് ഇദ്ദേഹം ഇത്തവണയും കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇത് വലിയൊരു കാഴ്ച കൂടിയാണ് ഈ ഒരു സൂര്യകാന്തി പാടം. അതിന് ആളുകൾ, സന്ദർശകർ ഇപ്പോൾ തന്നെ എത്തിത്തുടങ്ങി. എനിക്ക് തോന്നുന്നു നമ്മളെ വയനാട്ടിൽ ഒരു സൂര്യകാന്തി പാടം ഇപ്പോൾ വേറെ ഇല്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ ആദ്യമായി എത്തുന്ന ഒരു സൂര്യകാന്തി പാടമാണ് ഇത്തവണ നമ്മൾ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ സൂര്യകാന്തി പാടം എന്ന് തന്നെ പറയാം സുരേഷ് ഏട്ടൻ്റെ. അപ്പോൾ സുരേഷ് ഏട്ടന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഏട്ടന് 100% വിജയം ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സൂര്യകാന്തി കൃഷി എന്നുള്ളത്. അത് സന്ദർശകരിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ല ആ ഒരു വിജയം കൈവരിച്ചത്. ആ സൂര്യകാന്തി വിത്തെടുത്ത് അതിൽ നിന്നുള്ള സൂര്യകാന്തി എണ്ണ ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്നുള്ള വരുമാനമാണ് അദ്ദേഹത്തിന് 100% വിജയം ഈ കൃഷിയിൽ നേടിക്കൊടുത്തത്. അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ ഈ സൂര്യകാന്തി വിശേഷങ്ങൾ അറിയാം ഇന്നത്തെ എപ്പിസോഡ്. സൂര്യകാന്തി പൂക്കൾ എന്നും കൗതുകമാണ്. പ്രകൃതിയുടെ സൗന്ദര്യം തന്നിലേക്ക് മുഴുവനായി പകർത്തുന്നവയാണോ സൂര്യകാന്തികളെന്ന് പലപ്പോഴും തോന്നിപ്പോകും. തൻ്റെയും കുടുംബത്തിൻ്റെയും പ്രയത്നത്തിൽ ഇത് 2ാം തവണയാണ് സുരേഷ് സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. ഒരു മികച്ച കർഷകൻ എന്ന നിലയിൽ ഒട്ടേറെ അംഗീകാരങ്ങൾ നേടുകയും കൃഷിയിൽ പുതുമയും പരീക്ഷണങ്ങളും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷകനാണ് വയനാട് ജില്ലയിലെ ചീരാൽ കഴമ്പുകുന്നിൽ സുരേഷ്. ഇദ്ദേഹത്തിന്റെ പരീക്ഷണ കൃഷികളിൽ ചിലതാണ് സൂര്യകാന്തിയും എള്ളും. ആത്മയുടെയും അമ്പലയിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും വിവിധ പഠന ക്ലാസുകളാണ് സുരേഷിന്റെ കൃഷി പരീക്ഷണങ്ങളുടെ ആദ്യ ചവിട്ടുപടികൾ. കഴിഞ്ഞ വർഷത്തെ 100% വിജയമാണ്. നമുക്ക് ഓയിലിനൊക്കെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു, നന്നായി വിൽപ്പന നടത്തി. അതുകൊണ്ടാണ് ഈ വർഷം സൂര്യകാന്തിയും അതിനോടൊപ്പം അതിനോട് യോജിച്ച് തന്നെ എള്ളും, ഇത് രണ്ടും ഓയിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. കേരളത്തിൽ മാർക്കറ്റുള്ളതാണ്, രണ്ടിനും നല്ല മാർക്കറ്റുണ്ട്, നല്ല ഓർഡർ ഉള്ള സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ പിന്നെ അനുയോജ്യമായ കൃഷി നമ്മൾക്ക് അന്വേഷിച്ച് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു വരുമാന മാർഗം എന്ന നിലയിൽ സൂര്യകാന്തിയും എള്ളും വളരെ ലാഭകരമായൊരു കൃഷി തന്നെയാണ്. പിന്നെ ഇങ്ങനെ നെൽപ്പാടങ്ങൾ നെൽകൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാടങ്ങളൊക്കെ വെറുതെ കിടക്കുകയാണ്. ആ വെറുതെ കിടക്കുന്ന പാടത്താണ് നമ്മൾ ഈ സൂര്യകാന്തിയും എള്ളും. ഇതിൻ്റെ കൃഷി കഴിഞ്ഞാൽ ഉടനെ അടുത്ത നെൽകൃഷി തന്നെ തുടങ്ങുകയും ചെയ്യും. നെൽപ്പാടങ്ങൾ
ഒഴിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ അതിൽ പല തരത്തിലുള്ള കളകൾ വരും. ഈ സൂര്യകാന്തി പാടത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു കളയില്ല. കളകളെല്ലാം വളരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും ഉണ്ടാകുക. ഇനിയിപ്പോൾ അടുത്ത നെൽകൃഷി വരുമ്പോൾ ഇതിലൊരു കളയും മുളയ്ക്കില്ല. കാരണം കളകളൊക്കെ പിന്നെ നമ്മൾ ഇളക്കിയിട്ടും അപ്പോൾ പിന്നെ ഈ കഠിനമായ ചൂടിൽ കളകൾ നശിച്ചു പോകും. സൂര്യകാന്തി മാത്രം നിലനിൽക്കും. അതുപോലെ തന്നെയാണ് എള്ളും. ആ എള്ള് ചെടികളും മാത്രമേ നിൽക്കുകയുള്ളൂ, കളകളെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ പുഞ്ചകൃഷിക്ക് അനുയോജ്യമായ സ്ഥലത്ത് നമ്മൾ സൂര്യകാന്തി കൃഷിയോ അല്ലെങ്കിൽ എള്ള് കൃഷിയോ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആ പുഞ്ചകൃഷി തന്നെ ചെയ്യാം. പക്ഷേ അതിന് അനുയോജ്യമല്ലാത്ത സ്ഥലത്ത്, പുഞ്ചകൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി ചെയ്യേണ്ടത്. അത് പിന്നെ പുഞ്ചകൃഷിക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾ പിന്നെ വളരെ വിഷമിക്കുന്നുണ്ടാവും. അവരുടെ വയലുകൾ കാലിയായി കിടക്കുന്ന ഒരു കൃഷിക്കും കഴിയുന്നില്ല, വെള്ളമില്ല, ഇങ്ങനെയുള്ള പരാതികളാണ് അധികം വരുന്നത്. അപ്പോൾ അത് ആ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കൃഷികൾ തിരഞ്ഞെടുക്കാം. ഇതിന് നന എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടം ഉടനെ നമ്മൾ പൂട്ടുകയാണ് ചെയ്യുക. ഉടനെ പൂട്ടി ആ നനവിനെ ഇവിടെ നിലനിർത്തുകയാണ്, അല്ലാതെ നനയ്ക്കുന്നില്ല. മഴ പെയ്താൽ നനവ് ഉണ്ടാവേണ്ടു, അല്ലാതെ നമ്മൾ കൃത്രിമമായ നനയോ ഒന്നും തന്നെ ഇതിൽ ചെയ്യാറില്ല. ഇപ്പോൾ ചെയ്യുന്നവർക്ക് ചെയ്താൽ കുറച്ചും കൂടി മേനി ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൽ അതൊന്നും ചെയ്തിട്ടില്ല. ആ മണ്ണിൻ്റെ നനവിനെ നിലനിർത്തിക്കൊണ്ട് ഉടനടി കൃഷി. പിന്നെ സൂര്യകാന്തി കൃഷി ചെയ്ത പാടങ്ങളിൽ നെല്ല് കുറയുന്നുണ്ട് എന്നുള്ളൊരു പരാതിയാണ് അധികം ആളുകൾക്കും. അത് എങ്ങനെ വന്നു എന്നറിയില്ല. പക്ഷേ ഒരിക്കലും നെല്ല് കുറയില്ല. കാരണം ഈ സൂര്യകാന്തിയിൽ നിന്ന് ഈ വിത്തുകൾ മാത്രമേ നമ്മൾ ശേഖരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ ജൈവവളമായിട്ട് തന്നെ റിട്ടേൺ ഈ വയലിൽ തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നെല്ല് കൂടുകയല്ലാണ്ട് കുറയുന്നില്ല. കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ വളർച്ച എന്ന് പറഞ്ഞാൽ യന്ത്രവൽക്കരണമാണ്. അപ്പോൾ ആ യന്ത്രവൽക്കരണത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് ഒരു തൊഴിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെൽകൃഷി കഴിഞ്ഞ പാടെ വേറെ മറ്റ് കൃഷികളിലേക്കൊന്നും നീങ്ങുന്നില്ല എങ്കിൽ ഈ യന്ത്രങ്ങളെല്ലാം പിന്നെ ഷെഡിൽ വിശ്രമിക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കൃഷികൾ വന്നു കഴിഞ്ഞാൽ അതുപയോഗിക്കുന്ന തൊഴിലാളികൾക്കും ആ യന്ത്രങ്ങൾക്കും എല്ലാം വർക്ക് കിട്ടും. നമുക്ക് പിന്നെ ഒരു വരുമാന മാർഗവും അവർക്കും, അത് നമ്മളുടെ കൂടെ കൃഷിക്കാരുടെ കൂടെ തന്നെ ഈ തൊഴിലെടുക്കുന്ന ആളുകൾക്കും നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. പക്ഷേ നമ്മൾ ഈ കൃഷിയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഈ പൈസ പിന്നെ അവർക്ക് കിട്ടാതെ പോവുകയും അവർ ആ തൊഴിൽ മേഖലയിൽ നിന്ന് അവർക്ക് വലിയ നഷ്ടം നേരിടുകയും ചെയ്യും. അപ്പോൾ സൂര്യകാന്തി കൃഷി ചെയ്യുകയാണെങ്കിലും എള്ള് കൃഷി ചെയ്യുകയാണെങ്കിലും ഏതൊരു കൃഷിയിലും കുടുംബത്തിൻ്റെ പങ്കാളിത്തമാണ് നമുക്ക് ഏറ്റവും വലിയൊരു ലാഭം. അപ്പോൾ ഇതിൻ്റെ എല്ലാ പണികളും ഞങ്ങളാണ് എടുക്കുന്നത്. ഇതിൽ തൊഴിലാളികളില്ല എന്ന് തന്നെ പറയാം. ഇത് പിന്നെ കള പറിക്കുന്നതും പിന്നെ നടുന്നതും വിതയ്ക്കുന്നതും പിന്നെ ഇത് കൊഴിക്കുന്നതും എല്ലാം വീട്ടുകാർ ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയോടുകൂടി തന്നെയാണ് ഈ കൃഷി വൻ വിജയമാക്കി തീർക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സൂര്യകാന്തി വിളവെടുപ്പിലൂടെ നമുക്ക് കിട്ടിയത് 547 കിലോ ആണ്. അതിൽ നിന്ന് നമുക്കൊരു 170 ലിറ്റർ എണ്ണയാണ് നമുക്ക് കിട്ടിയത്. അത് 400 രൂപ തോതിലാണ് വിൽപ്പന നടന്നത്. പക്ഷേ മാർക്കറ്റിലെ വിലയും ഈ നമ്മുടെ വിലയായിട്ട് വളരെ വ്യത്യാസമുണ്ട്. എങ്കിലും ഇത് അറിയുന്ന ആൾക്കാർക്ക്, ഈ കൃഷിയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള അറിവുള്ള ആളുകൾക്കറിയാം ഒരിക്കലും പിന്നെ ഈ റേറ്റിനൊന്നും സൂര്യകാന്തി കിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ ചെയ്താലും ഇനി ആര് ചെയ്താലും 400 രൂപ റേറ്റ് തന്നെ വരും. അതേപോലെ തന്നെയാണ് എള്ള് കൃഷിയും. എള്ള് കൃഷിക്ക് കേരളത്തിൽ നല്ല മാർക്കറ്റുണ്ട്. നമുക്ക് പിന്നെ നമ്മളെ സമീപ പ്രദേശത്തെ മാർക്കറ്റിൽ തന്നെ ഇത് വിറ്റുപോകും. കാരണം എള്ള് കൃഷിയെക്കുറിച്ചോ അല്ലെങ്കിൽ എള്ളെണ്ണയെക്കുറിച്ചോ എള്ളിനെക്കുറിച്ചോ നമുക്ക് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതിന് മാർക്കറ്റും ഉണ്ട്. പിന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. എള്ള് എണ്ണയ്ക്കായാലും എള്ള് നേരിട്ടായാലും ഉപയോഗിക്കുന്നുണ്ട്. ബേക്കറി മറ്റുള്ള സാധനങ്ങളിൽ എള്ള് നേരിട്ടാണ് ഉപയോഗിക്കുന്നത്.
എണ്ണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എണ്ണ ഒരുപാട് അതിൻ്റെ ഔഷധ മൂല്യങ്ങളും എല്ലാം അതൊന്നും നമുക്ക് അറിവില്ലായ്മ അറിയാത്ത കാര്യങ്ങളാണ്. എങ്കിലും പിന്നെ മറ്റുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എള്ളിന് നല്ല ഡിമാൻഡുണ്ട് എള്ളെണ്ണയ്ക്ക്. വേനലിലും വളരെ മനോഹരമായി നിറയെ പൂത്തു നിൽക്കുന്ന ചെടിയാണ് സൂര്യകാന്തി പൂക്കൾ. ഭക്ഷ്യ എണ്ണകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അല്ലാതെയും സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്യാറുണ്ട്. നിലം നന്നായി ഉഴുതുമറിച്ച് മണ്ണിന്റെ കട്ട പൊടിച്ച് നല്ല പരുവമാക്കി ജൈവവളം ചേർത്ത് വെള്ളം വാർന്നു പോകത്തക്ക വിധത്തിൽ ബെഡ് രൂപത്തിൽ തന്നെ നിലമൊരുക്കണം. മറ്റ് കൃഷികളെപ്പോലെ സൂര്യകാന്തിക്ക് ജലസേചനം അധികം വേണ്ട. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ഒരു ഏക്കറിൽ നിന്ന് 547 കിലോ വിത്താണ് കിട്ടിയത്. പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം നമ്മൾ പുതിയ കൃഷിയായിരുന്നു. കുറച്ച് അറിവില്ലായ്മകൾ അല്ലെങ്കിൽ അതിൻ്റെ പരാജയമല്ല, ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും 547 നിന്നത്. പക്ഷേ ഈ വർഷം നല്ല രീതിയിലാണ് കൃഷി ചെയ്തെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ല. അതിൻ്റെ ഭാഗമായിട്ട് വിത്തിന് ഒരു കുറവുണ്ടാവില്ല. പൂക്കൾക്ക് ഭംഗി കുറച്ച് കുറഞ്ഞാലും വിത്ത് നന്നായിട്ട് തന്നെ ഉണ്ടാവും. ഒരേക്കർ വയലിൽ 3 ഘട്ടങ്ങളിലായി 2 തരം വിത്ത് ഉപയോഗിച്ചാണ് പൂപ്പാടം തീർത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നട്ട വിത്തുകൾ ചെടിയായി പൂക്കൾ പൂർണ്ണമായി വിരിഞ്ഞതോടെ സുരേഷിന്റെയും കുടുംബത്തിന്റെയും അധ്വാനം ഇത്തവണയും വെറുതെ ആയില്ല. വലിയ പൂക്കളുടെ വിത്തുകളാണ് ആദ്യഘട്ടത്തിൽ നട്ടത്. ഇടതിങ്ങി വളർന്ന വലിയ ചെടികളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന പൂക്കൾ കാണാൻ സദാസമയവും തിരക്കാണെന്ന് സുരേഷ് പറഞ്ഞു. കർണാടകയിൽ കൃഷി ഇറക്കുന്നത് പോലെ ഏകദേശം അതേ കാലാവസ്ഥയിലുള്ള വയനാട്ടിൽ എന്തുകൊണ്ട് സൂര്യകാന്തി കൃഷി വിജയിക്കില്ലെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം വിപുലമായി കൃഷി ചെയ്യുന്നതിലേക്ക് സുരേഷ് എത്തിയത്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സൂര്യകാന്തി കൃഷി കാണാനാണ് സീസണിൽ മലയാളികൾ ഗുണ്ടൽപേട്ടിലേക്ക് ഒഴുകുന്നത്. എന്നാൽ ഇപ്പോൾ ആ യാത്ര വയനാട്ടിൽ അവസാനിക്കുന്നു. ഗുണ്ടൽപേട്ടയിലേതിനേക്കാൾ മനോഹരമായ പൂപ്പാടം വയനാട്ടിലും ഒരുങ്ങിക്കഴിഞ്ഞു. നെൽകൃഷി കഴിഞ്ഞിട്ടുള്ള ഇടവേള ഈ ഒരു 3 മാസം വയലുകൾ വെറുതെ തരിച്ചിടുകയാണ് എല്ലാവരും. ആ ഒരു 3 മാസത്തെ ഒരു ഗ്യാപ്പിൽ ചെയ്യാനുള്ള ഒരു കൃഷി കണ്ടെത്തിയത് ഈ സൂര്യകാന്തി കൃഷിയാണ്. ഈ സൂര്യകാന്തി കൃഷി ഘട്ടം ഘട്ടമായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിളവെടുപ്പ് സുഗമകരമാക്കാനാണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് തൊഴിലാളികൾ ഇപ്പോൾ അധികം കിട്ടാനില്ല. ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും കൂടെ ഈ കൃഷി ഇതിൻ്റെ വിളവെടുപ്പും അതിൻ്റെ വിത്ത് ശേഖരണവും എല്ലാം കൂടെ നടത്തുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ വയലിൽ ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു 15 ദിവസം കഴിഞ്ഞാൽ അടുത്ത ഒരു വയലിലും കൂടെ ചെയ്തിട്ടുണ്ട്. അത് ഒരു 15 ദിവസം കഴിഞ്ഞാലേ അത് പൂവാവുകയുള്ളൂ. അത് ഏകദേശം ഈസ്റ്റർ വിഷു ടൈമിലേക്ക് കറക്റ്റ് ആയിട്ട് ആണ് അത് ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ ഞങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമാണ്. വീട്ടിലേക്ക് ആവശ്യമായ എണ്ണകൾ, ഒരു വർഷത്തേക്കുള്ള എണ്ണ ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഉപയോഗിക്കുന്നത്. അതേപോലെ പിന്നെ അതിൻ്റെ ബാക്കി എണ്ണ മാർക്കറ്റിലേക്ക് വിൽപ്പനയായിട്ട് അങ്ങനെയും ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പൂ ആയിക്കഴിഞ്ഞാൽ ഒരു 25 ദിവസം കഴിഞ്ഞാൽ ഇത് കായ് മൂപ്പാവും. ആ ടൈമിലാണ് നമ്മൾ ഇതിൻ്റെ പൂവ് മാത്രം അരിഞ്ഞെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ മുറ്റത്തിട്ട് എല്ലാം ഉണക്കി, അത് ഒരു വടിയും കൊണ്ട് ഉണക്കിയത് അടിച്ചെടുത്ത് അത് പിന്നെയും ഒന്നും കൂടെ ഉണക്കും. അങ്ങനെ 2-3 പ്രാവശ്യത്തെ ഉണക്കിയിട്ടാണ് ഇത് വിത്ത് ശേഖരിച്ച് വെക്കുന്നത്.
അത് എത്ര കാലം വേണമെങ്കിലും ഇത് ഒരു 5 വർഷമോ എത്ര വേണമെങ്കിലും ഇത് നല്ല ഉണക്കുള്ളത് ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയാട്ടിയെടുക്കാൻ ഒരു 5 വർഷം വരെ നമുക്ക് ഇത് സുഗമമായിട്ട് സൂക്ഷിക്കാനുള്ള സൗകര്യം ഈ ഇതിനുണ്ട്. മറ്റ് വിത്തുകളെ പോലെയല്ല, സൂര്യകാന്തി വിത്ത് 5 വർഷം വരെ നിൽക്കുന്ന ഒരു വിത്താണ്. പൂക്കുന്നത് മുതൽ 1 മാസത്തിലധികം സൂര്യപ്രഭ ചൊരിഞ്ഞ് സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്ന സൂര്യകാന്തി പൂക്കൾക്ക് ആയുസ് 4 മാസം മാത്രമാണ്. വലിയ പൂക്കളെ മനോഹരമാക്കിയിരുന്ന മഞ്ഞ ഇതളുകൾ വാടിക്കൊഴിഞ്ഞാൽ പിന്നെ ചെടിയിൽ വിത്ത് മാത്രമാകും. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയ്ക്ക് മാത്രമല്ല, ഭക്ഷ്യ ഉപയോഗത്തിനായുള്ള എണ്ണയെടുക്കാനും സൂര്യകാന്തി ഇന്ന് കേരളത്തിൽ കൃഷി ചെയ്യുന്നു. പാകമായ സൂര്യകാന്തി മുറിച്ചെടുത്ത് മെതിച്ചാണ് എണ്ണക്കുരു ശേഖരിക്കുന്നത്. സൂര്യകാന്തി പൂക്കൾ ചെടിയിൽ നിന്ന് വേർപെടുത്തിയ ശേഷം 2-3 ദിവസം ഉണക്കണം. ശരിയായ ഉണക്കൽ വിത്തുകൾ എളുപ്പത്തിൽ വേർതിരിക്കാൻ സഹായിക്കും. ശേഷം വിത്ത് മെതിക്കുന്നത് വടികൊണ്ടടിച്ചോ ഉരച്ചോ അല്ലെങ്കിൽ ശക്തിയിൽ പ്രവർത്തിക്കുന്ന മെതിയന്ത്രം ഉപയോഗിച്ചോ കൈകൊണ്ടോ ചെയ്യാം. മെതിച്ചതിന് ശേഷം സംഭരണത്തിന് മുമ്പ് വിത്ത് വീണ്ടും ഉണക്കണം. അതായത് നെൽകൃഷി ചെയ്യുന്ന വയലുകളിൽ ഇപ്പോൾ നെൽകൃഷി ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ അൺസീസണിൽ ഈ സൂര്യകാന്തി പാടം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഉപജീവന മാർഗം കൂടിയാണ്. എല്ലാവരും വന്ന് ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ചെടികളൊന്നും നശിപ്പിക്കാതെ ഇങ്ങനെ നല്ല രീതിയിൽ ഇതൊരു ഉപജീവന മാർഗം കണക്കിലെടുത്തുകൊണ്ട് വേണം ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാൻ എന്നൊരു അഭ്യർത്ഥന. പൊതുവേ ഉള്ളൊരു അഭിപ്രായം സൂര്യകാന്തി കൃഷി വളരെ നഷ്ടമാണെന്നുള്ളൊരു അഭിപ്രായമാണ്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് 100% വിജയം തന്നെയാണ്. മനസ്സിന് നല്ലൊരു കണ്ണിന് നല്ലൊരു ആനന്ദവും മനസ്സിന് നല്ലൊരു കുളിർമയും കാഴ്ചവെച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും കൂടിയാണ് ഞങ്ങൾ ഈ സൂര്യകാന്തി പാടം ഒരുക്കിയിരിക്കുന്നത്. കളകൾ നീക്കുന്നതിന്റെയും വളമിടുന്നതിന്റെയും ചെലവുകൾ ഒഴിച്ചു നിർത്തിയാൽ പരിപാലനം വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് കാർഷിക ജോലികൾ ചെയ്യുന്നതിനാൽ സുരേഷിന് സൂര്യകാന്തി കൃഷിയും എള്ള് കൃഷിയും കൂടുതൽ ലാഭകരമാകുന്നു. 1 കിലോ സൂര്യകാന്തി വിത്തിന് 1200 രൂപ മുടക്കി കർണാടകയിൽ നിന്നാണ് വിത്തുകൾ എത്തിച്ചത്. 4 കിലോ വിത്താണ് 1 ഏക്കറിലേക്ക് വേണ്ടി വന്നത്. വിളവെടുത്താൽ കിലോയ്ക്ക് 60 രൂപ തോതിൽ കർണാടകയിൽ തന്നെ വിൽപ്പന നടത്താം. 1 ഏക്കറിൽ നിന്നും 500 കിലോയ്ക്ക് മുകളിൽ എണ്ണക്കുരു കഴിഞ്ഞ തവണ സുരേഷ് വിളവെടുത്തിരുന്നു. ഇത്തവണ അതിൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. സുരേഷിന്റെയും കുടുംബത്തിന്റെയും അധ്വാനം ഇവിടെ പൂക്കളായി വിരിഞ്ഞു നിൽക്കുന്നു. സൂര്യനെ ചുംബിച്ച് മതിവരാതെ സൂര്യകാന്തി പൂക്കളും എങ്ങും നോക്കിയാൽ കണ്ണിന് കുളിർമയേകും കാഴ്ചകൾ. പലരും സൂര്യകാന്തി കൃഷി നഷ്ടമാണെന്ന് പറയുമ്പോഴും അതിൽ വിജയം കണ്ടെത്തുകയാണ് സുരേഷ് ഏട്ടൻ. അപ്പോൾ സുരേഷ് ഏട്ടൻ്റെയും കുടുംബത്തിൻ്റെയും സൂര്യകാന്തി കൃഷിയുടെ കഥയാണ് ഇന്ന് നമ്മൾ അറിഞ്ഞത്. സുരേഷ് ഏട്ടനെ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, കാരണം കഴിഞ്ഞ വർഷത്തെ എപ്പിസോഡിലൂടെ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. വിഷു സ്പെഷ്യൽ എപ്പിസോഡ് കൂടിയായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ സാധാരണഗതിയിൽ രണ്ടാമത് ഒരു കൃഷിയിടത്തിലേക്ക് വരണമെങ്കിൽ അതിനൊരു വലിയ പ്രത്യേകതയും കൂടി ഉണ്ടാവും. അതാണ് ഈ ഒരു സൂര്യകാന്തി തോട്ടത്തിൻ്റെ കൃഷി കാര്യങ്ങളും അതിൻ്റെ കൃഷി വിജയവും. അതാണ് ഞങ്ങളെ തീർച്ചയായും ഈ ഒരു തോട്ടത്തിലേക്ക് രണ്ടാമതും എത്തിച്ചതും. അപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നതോടൊപ്പം മറ്റ് പല മേഖലകളിലുള്ളവർക്കും ഒരു ഉപജീവന മാർഗ്ഗമാവുകയാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷി. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊരു ട്രാക്ടർ തൊഴിലാളിയുടെ കാര്യം തന്നെ അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞു. നമുക്കിപ്പോൾ ഈ പുഞ്ചകൃഷി എടുക്കാൻ പറ്റാത്ത പലരും ഉണ്ട്. അതായത് വെള്ളക്കുറവ് മൂലം ജലലഭ്യത ഇല്ലാത്ത സമയങ്ങളിൽ
പുഞ്ചകൃഷി പലരും ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഈ പുഞ്ചകൃഷി എടുക്കുന്ന അതിന് സമീപത്തുള്ള ഇത്തരത്തിലുള്ള തൊഴിലാളികൾ അവരൊരു പണിയില്ലാത്തൊരു ജോലി ഇല്ലാത്തൊരു സമയമായിരിക്കും ഈ ഒരു പുഞ്ചകൃഷി ഒഴിവാക്കിയിടുന്നൊരു സമയം എന്ന് വെച്ചാൽ. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഇങ്ങനെ സൂര്യകാന്തി കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂടി, അതായത് അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാക്ടർ ആണെങ്കിൽ ട്രാക്ടർ നിലം ഉഴാൻ വരുമ്പോൾ അവർക്കൊരു കൂലി കിട്ടുന്നു, അതിലൂടെ അവർക്കൊരു ഉപജീവനം കണ്ടെത്താനാകുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂര്യകാന്തി കൃഷി എല്ലാവരും ചെയ്യണമെന്നും നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ പാടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ് സൂര്യകാന്തിയുടെ കാഴ്ചകളുമായിട്ട്. നന്ദി, നമസ്കാരം.